ജനറലി ഒരുപാട് പേര് ചോദിക്കാറുള്ളൊരു കാര്യമാണ് നമ്മളുടെ വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന്. അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാൽ നമ്മളിലേക്ക് ബാഡ് ലക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നത്. നമ്മളിലേക്ക് തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് എന്നുള്ളത്. കുറച്ചധികം ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നു. അതല്ലെങ്കിൽ 2 എപ്പിസോഡായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ സ്റ്റഫ്ഡ് ആനിമൽസിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ബോഡി നമ്മൾക്കൊരു കാലത്ത് നമ്മളുടെ നാട്ടിലെ വീടുകളിലൊക്കെ കണ്ടുവന്നിരുന്നതാണ്. ഈ മാനിൻ്റെ തല, പോത്തിൻ്റെ തലയൊക്കെ നമ്മളുടെ ഈ കയറി വരുന്ന മുറിയിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കും. അത് പണ്ട് കാലത്ത് അവരുടെ വീട്ടുകാരൊക്കെ വെടിവെച്ചിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ സ്റ്റഫ്ഡ് ആയിട്ടുള്ള അനിമൽസിൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബോഡി പാർട്സുകൾ വീട്ടിൽ വെക്കുമ്പോൾ അതൊരു ഡെഡ് എനർജിയാണ് നമ്മളുടെ വീടിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹോണ്ടഡ് എന്ന് വെച്ചാൽ പ്രേതബാധയൊക്കെ സംഭവിച്ച ഒരു വീടിൻ്റെ ഒരു എനർജിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവർക്കും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ ആ വീട് വിറ്റുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു എനർജി കാരണം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു മാറ്റണം. അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നപ്പോൾ നമ്മൾ വാങ്ങിയ ഒരു സാധനം അത് ആവശ്യം കഴിഞ്ഞും നമ്മൾ വെച്ചിരിക്കും അല്ലേ, ഇനി ആർക്കെങ്കിലും ഇതേപോലെ വന്നാൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ അതിനൊരു ഓപ്പൺ ഇൻവിറ്റേഷനാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മളുടെ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു അസുഖം ഇനി വരാം, ഞാനിവിടെ റെഡിയാണ്, വന്നോളൂ എന്നൊരു രീതിയിലാണ് ആ ഒരു എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ക്രച്ചേഴ്സൊക്കെ കൊടുക്കും, അതല്ലെങ്കിൽ നെക്കിന് കോളറൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അത് കളയാണ്ട് വെച്ചിരിക്കരുത്. അത് നമ്മൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുക, ഏതെങ്കിലും വയസ്സായ ആളുകളുള്ള വീടുകളിലൊക്കെ കൊടുക്കാമെങ്കിൽ ക്രച്ചേഴ്സൊക്കെ അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വീണ്ടും ഇതേപോലുള്ള ആ ഒരു വ്യക്തിക്കായിരിക്കത്തില്ല, ചിലപ്പോൾ വേറൊരു വ്യക്തിക്ക് ഇതേപോലെ ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ റെഡിയായിട്ടിരുന്നിട്ടാണ് വിളിക്കുന്നത്, വരൂ ഞങ്ങളിവിടെ റെഡിയാണ്, ഇനി ഒരു ആക്സിഡൻറ്റ് വന്നാലും ഞങ്ങൾക്ക് ഇവിടെ സാധനം ഇരിക്കും. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ അവിടുത്തെ ഒരു മുത്തശ്ശി, പ്രായമായ സ്ത്രീയുടെ കാലൊടിഞ്ഞിട്ട് അവരൊരു ക്രച്ചേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ വീട് നോക്കാൻ ചെന്നപ്പോഴും അവിടെ ആ ക്രച്ചേഴ്സ് ഉണ്ട്. ആ പ്രായമായ സ്ത്രീ മരിച്ചും പോയിട്ടുണ്ട്. അവരത് വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഉപയോഗം ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഇനി ആർക്കെങ്കിലും ഒടിയുവാണെങ്കിൽ ഇനി അന്നേരം വാങ്ങിക്കണ്ടല്ലോ, നമുക്കൊരാവശ്യത്തിന് ഇവിടെ കാണുമല്ലോ എന്നുള്ളത്. അത് തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ വെക്കരുത്. അത് മാറ്റിക്കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ആ ഒരു അമ്മാമ്മയുടെ കാലൊടിഞ്ഞ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആ വീടുകളിൽ ഒരുപാട് ആക്സിഡൻറ്റ് നടന്നു. പക്ഷേ ആരുടെയും കാലൊടിഞ്ഞിട്ടില്ല, പല പല ഭാഗങ്ങളായിട്ട് ഒടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. അത് അവരെന്നെ വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു, ഈ ഒരു ചെറിയ കാര്യം കൊണ്ടിട്ട് ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് അറിയില്ലായിരുന്നു എന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളുടെ പണ്ട് കാലം തൊട്ടിരിക്കുന്ന വില കൂടിയ സാധനങ്ങൾ, ഈ ബ്രാസിൻ്റെ പെട്ടി, ട്രങ്ക് പെട്ടി, അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. അതൊക്കെ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു പുതിയ എനർജി ആയിട്ട് വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാവുന്നതാണ്.